കവിതകളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കവിത്രയങ്ങൾ ഒരാളായിട്ടുള്ള ആശാന്റെ കവിതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മലയാള കവിതയിൽ വഴിത്തിരിവിന് തുടക്കം കുറിച്ച ആശാന്റെ കൃതിയിൽ അവർക്കറിയുന്ന പോലെ വീണപൂവ് പ്രസിദ്ധീകരിച്ച കൊല്ലം 1907 കേട്ടോ. വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. മിതവാദിയാണ്. അതിൻ്റെ പ്രസാധകർ ആയിരുന്നത് AD മൂർക്കോത്ത് കുമാരനായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ 1908 ഭാഷാപോഷിണിയിൽ വീണപൂവ് പ്രസിദ്ധീകരിക്കുമ്പോൾ അവതാരികൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരുന്നു? CS സുബ്രഹ്മണ്യൻ പോറ്റി എന്നതാണ് കേട്ടോ ഉത്തരം. അതുപോലെ തന്നെ ആശാൻ എവിടെ വെച്ചാണ് വീണപൂവ് എഴുതിയതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. പാലക്കാട് ജൈനിമേട്ടിൽ വെച്ചിട്ടാണ് എഴുതിയത് കേട്ടോ. വീണപൂവിനെ പറ്റി ഒരുപാട് പ്രതിപാദ്യങ്ങളുണ്ട്. വീണപൂവിൻ്റെ വിഷയങ്ങളെ പറ്റി അതിലൊന്നാണ് വീണപൂവിൻ്റെ പ്രതിപാദ്യം ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണെന്ന് പറഞ്ഞത് ആരാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം പ്രൊഫസർ K രവീന്ദ്രനാഥ് എന്നാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം വീണപൂവിലെ പ്രതിപാദ്യം പ്രണയമാണെന്ന് പറഞ്ഞത് ആരാണെന്നുള്ളതാണ്. അത് ഡോക്ടർ MGS നാരായണൻ എന്നതാണ് കേട്ടോ. ആശാന്റെ ഒരു കവിത തുടങ്ങുന്നതും അവസാനിക്കുന്നതും വ്യാക്ഷേപങ്ങളിലാണ്. ആ കവിത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും വീണപൂവ് എന്നതാണ് കേട്ടോ ഉത്തരം. അടുത്ത ചോദ്യം നളിനിയെ പറ്റിയിട്ടാണ്. നളിനിയുടെ അവതാരികൻ ആരാണെന്നാണ്. AR രാജരാജവർമ്മയാണ് നളിനിയുടെ അവതാരികൻ കേട്ടോ. അതുപോലെ തന്നെ നളിനി എന്ന കവിതയുടെ മറ്റൊരു പേര് ഒരു സ്നേഹം എന്നാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അതുപോലെ തന്നെ നളിനിയിലെ പ്രധാന പ്രതിപാദ്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സ്നേഹമാണകില സാരമൊഴിയിൽ. അതേതാണ്? അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേ നളിനിയാണ്. സ്നേഹമാണകില സാരമൊഴിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നളിനിയാണ് കേട്ടോ. അതുപോലെ തന്നെ നളിനി പ്രസിദ്ധീകരിച്ച പ്രസാധകർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. BV ബുക്ക് ഡിപ്പോ എന്നാണ് ഉത്തരം. BV ബുക്ക് ഡിപ്പോ എന്നാണ് 1911 കേട്ടോ. അതുപോലെ തന്നെ ലീലയിലെ പ്രധാന പ്രതിപാദ്യം എന്താണ് അടുത്ത ചോദ്യം. മാംസനിമിത്തമല്ല രാഗം എന്നത് ലീലയിലെ പ്രധാന പ്രതിപാദ്യമാണ്. 1914 കേട്ടോ. ലീല എന്ന് പറയുമ്പോൾ ഓർമ്മ വരണം. അതുപോലെ തന്നെ ലീലയിൽ ചിത്രങ്ങൾ വരച്ചത് എന്ത്? ലീല കവിതകളിലുള്ളിൽ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? KR രവിവർമ്മ കോയി തമ്പുരാൻ എന്നാണ് കേട്ടോ അതിൻ്റെ ഉത്തരം. അതുപോലെ തന്നെ ശ്രീബുദ്ധ ചരിതം രചിക്കാൻ ആശാന് പ്രേരണയായ കൃതി ഏതാണ്? അടുത്ത ചോദ്യം. എഡ്വിൻ അർണോഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന കൃതിയാണ് ശ്രീബുദ്ധ ചരിതം രചിക്കാൻ ആശാന് പ്രേരണയായത് കേട്ടോ. അതുപോലെ തന്നെ ആത്മാംശം ഉൾക്കൊള്ളുന്ന ആശാന്റെ കവിത ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ആത്മാംശം ഉൾക്കൊള്ളുന്ന കവിത ഏതാണ്? ഗ്രാമവൃക്ഷത്തെ കുയിൽ എന്നതാണ് ഉത്തരം. 1918 ഈ കൃതി പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എവിടെ വെച്ചാണ് രചിച്ചത് എന്നുള്ളതുണ്ട്. അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് കേട്ടോ രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം. ചിന്താവിഷ്ടയായ സീതയ്ക്ക് അവതാരിക എഴുതിയത് ആരാണെന്നാണ്. അത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് കേട്ടോ. ആറ്റൂർ കൃഷ്ണപിഷാരടി കേട്ടോ. അതുപോലെ തന്നെ ചിന്താവിഷ്ടയായ സീത സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് N ഗോപാലപിള്ള. സംസ്കൃതത്തിലേക്ക് ചിന്താവിഷ്ടയായ സീത വിവർത്തനം ചെയ്തത് ആരാണ്? N ഗോപാലപിള്ളയാണ് കേട്ടോ. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യ ഫ്യൂച്ചറിസ്റ്റ് കാവ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദുരവസ്ഥയാണ്. ഫ്യൂച്ചറിസ്റ്റ് കാവ്യം ദുരവസ്ഥയാണ് കേട്ടോ. ദുരവസ്ഥയുടെ ആദ്യ പഠനം ആരുടേതാണോ? അതും പ്രധാനപ്പെട്ടതാണ്. P ശങ്കരൻ നമ്പ്യാരാണ് ദുരവസ്ഥയുടെ ആദ്യ പഠനം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം. ചണ്ടാല ഭിക്ഷുകിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഉള്ളൂരാണ് ചണ്ടാല ഭിക്ഷുകിക്ക് അവതാരിക എഴുതിയത്. അതുപോലെ തന്നെ ചണ്ടാല ഭിക്ഷുകിയിലെ പ്രധാന പ്രതിപാദ്യം എന്തായിരുന്നു? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പറയുന്നതാണ് ചണ്ടാല ഭിക്ഷുകിയിലെ പ്രധാന പ്രതിപാദ്യം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ കരുണയുടെ ആദ്യ പഠനം നടത്തിയത് കരുണ എന്ന കാവ്യത്തിൻ്റെ ആദ്യ പഠനം നടത്തിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേട്ടോ. അതുപോലെ